ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആലപ്പുഴയ്ക്ക് പോവാണ്. അപ്പം അതിൻ്റെ വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ഡ്രൈവിംഗ് സീറ്റിൽ അപ്പു അമ്മച്ചി ബാക്കിലുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോൾ ഞാനായിരിക്കും ഓടിക്കുന്നത് സുഹൃത്തുക്കളെ. കാരണം ഇവനേക്കാളും എക്സ്പെർട്ട് ഡ്രൈവർ ഞാനാണ്. ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു പോകും. ഓക്കെ, ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം പാമ്പാടിയാണ്. പാമ്പാടി, നിങ്ങൾക്ക് പാമ്പാടി കാണാൻ ആഗ്രഹമുണ്ടോ? നോക്കൂ നോക്കൂ ഗൈസ്, ഇതാണ് പാമ്പാടി. എന്നാലും പാമ്പാടി അത്രയ്ക്ക് ഇതില്ല കാണാനായിട്ട്. അപ്പൊ നമ്മള് പോകുന്ന വഴി AC റോഡ്, ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോകണമെങ്കിൽ ചങ്ങനാശ്ശേരി കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പം ഇത് കറുകച്ചാല് ചങ്ങനാശ്ശേരി ആ വഴിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം കുറച്ച് നേരമുണ്ട്. അതായത് ഏകദേശം എൻ്റെ വീട്ടിൽ നിന്നൊരു 55-56 കിലോമീറ്റർ ഉണ്ട് ആലപ്പുഴയിലേക്ക് പോകാനായിട്ട്. ഒരു 1.5 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ മാക്സിമം എടുക്കുകയുള്ളൂ ആലപ്പുഴ ബീച്ച് വരെ എത്താനായിട്ട്. അപ്പം അങ്ങോട്ട് പോകും തോറും, ചങ്ങനാശ്ശേരി കഴിഞ്ഞ് അങ്ങോട്ട് പോകും തോറും നമ്മുടെ ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയ തന്നെ അങ്ങ് മാറും. കുറച്ചും കൂടെ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചുകൂടെ കാണാൻ ഭംഗിയുള്ള വഴികളൊക്കെ തുടങ്ങി. അല്ലെങ്കിലും ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് എന്ന് പറയുന്നത് കാണാൻ ഭയങ്കര ഭംഗിയുള്ളൊരു യാത്രയായിരിക്കും ആലപ്പുഴയ്ക്ക് പോകുമ്പം. നമുക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ സൈഡിൽ കാണാം ഇങ്ങനെ കരിക്കും, പിന്നെ കുറേ മുട്ട കച്ചവടം, പിന്നെ മീന്, ഇങ്ങനെ പല രീതിയിലുള്ള കച്ചവടം നമുക്കിങ്ങനെ സൈഡിൽ കൂടെ കാണാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വഴി പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്, കാണാനും നല്ല രസമാണ്. കുറച്ചൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു പാലത്തിൻ്റെ അവിടെ ഒരു പണി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ആ പണിക്കാരൻ പയ്യൻ എൻ്റെ ക്യാമറ നോക്കി ഹായ് ഒക്കെ കാണിച്ചു. പിന്നെ നിങ്ങൾക്ക് കാണാം ദേ ഇവിടെ കുറേ ഹൗസ് ബോട്ടുകളൊക്കെ. അപ്പം ഇങ്ങനെ ഹൗസ് ബോട്ടിൽ ഒരു ദിവസമൊക്കെ പോകാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഹൗസ് ബോട്ട് നേരത്തെ അവിടെ വന്ന് ബുക്ക് ചെയ്ത് അതിൽ നമുക്കൊരു ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാം. അതിൽ തന്നെ കുക്ക് ചെയ്ത് കഴിച്ച് നമ്മളിങ്ങനെ കായലിൽ കൂടെ ഒക്കെ പോയി, അതൊരു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ ബീച്ചിലെത്തിയിരിക്കുന്നു. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ ഞാൻ ബീച്ചിലേക്ക് നടക്കുന്നു. എനിക്ക് ആക്ച്വലി ഈ ബീച്ചിൽ പോയിട്ട് വെള്ളം നനച്ചിട്ട് പിന്നെ കാലിൽ മണലും അപ്പടി വഹിച്ച് പിന്നെ വണ്ടിക്കകത്ത് കയറിയിട്ട് വണ്ടിയിൽ മൊത്തം മണലാക്കുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ എനിക്ക് ബീച്ചിൽ പോയിട്ട് കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സൺസെറ്റ് ചെയ്യുന്ന സമയമായതുകൊണ്ട് കുറച്ചും കൂടി കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഒത്തിരി ആൾക്കാർ ഫാമിലി ആയിട്ടും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു പ്രത്യേക ഫീലാണല്ലോ സൺസെറ്റിൽ നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കണ്ടിരുന്നു. മുഖത്തോട്ട് വെയിൽ, സൺസെറ്റ് ആയാൽ അങ്ങനെയാണ്, മുഖത്തോട്ട് വെയിൽ വരും അല്ലേ അമ്മച്ചി? ഗൈസ്, ഇപ്പോൾ ഇവിടെ സൺസെറ്റ് ആണ്. ഏകദേശം സമയം 5:30 എത്രയായി സമയം? 5:45. 6 മണിയാകുമ്പോഴത്തേക്കും കണ്ണിലോട്ട് വെയിലടിക്കുന്നുണ്ട്. അല്ല, 6 മണിയാകുമ്പോഴത്തേക്കല്ല, ഇപ്പോഴേ കണ്ണിലോട്ട് വെയിലടിക്കുന്നുണ്ട്. വെയിലെന്നല്ല, അത് സൺസെറ്റിൻ്റെ ആ പ്രകാശം, ആ രശ്മികളാണ്. നിങ്ങൾക്കിവിടെ കാണാം. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഫാമിലി ആയിട്ടും അല്ലാതെയും എല്ലാം. ഓരോരുത്തരും മൊത്തം നനഞ്ഞ നിൽക്കുന്നത്. അത് ഇതാണോ ഫോറിനാണോ? അതെ. പിന്നെ കുറച്ച് നേരം കൂടെ ഞങ്ങളവിടെ ആ ബീച്ചിൻ്റെ അവിടെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബീച്ചിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം നമ്മൾ അതിൽ നിന്ന് നോക്കി നിന്നു. ഭയങ്കര രസമല്ലേ ഈ തിര വരുന്നത് ഇങ്ങനെ നോക്കി നിൽക്കാൻ, ഭയങ്കര പ്രത്യേക ഫീലാണ്. അപ്പം ഞാൻ കുറച്ച് സമയം കൂടെ അവിടെ അങ്ങനെ നോക്കി നിന്ന് സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോയും അങ്ങനെയൊക്കെ എടുത്തു. ചേട്ടായിൻ്റെയും കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ ഈ വൈകുന്നേരം ഈ കുടുംബമായിട്ട് ഫാമിലി ആയിട്ട് ഇങ്ങനെ ഒത്തിരി പേര് വന്ന് വീട്ടിൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കാണാൻ തന്നെ നമുക്കൊരു ഭംഗിയാണ്. ഒത്തിരി അധികം പേരുണ്ടായിരുന്നു വൈകുന്നേരം. പിന്നെ എനിക്കും എൻ്റെ വീട്ടിൽ നിന്നുള്ള ഇത്രയും നാളുകൾക്ക് ശേഷം അവരുടെ ഒപ്പം ഇങ്ങനെ ഒരു വൈകുന്നേരം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത് ഓർത്ത് ഭയങ്കര ഒരു സന്തോഷം എനിക്ക് തോന്നി.
അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുത്തെ കടയിൽ നിന്ന് ഞങ്ങൾ ബീച്ചിൽ കുറേയധികം കടയുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ കപ്പയും കല്ലുമ്മക്കയും കഴിച്ചു. ഒത്തിരി അധികം പേര് കഴിക്കാനുണ്ട്. ആക്ച്വലി നല്ല വൃത്തി, നല്ല സെറ്റ് ചെയ്ത അവിടെ ഒത്തിരി കടകളുണ്ട്. അങ്ങനെ നമുക്ക് ആലപ്പുഴ ബീച്ചിൽ വന്നവർക്ക് അറിയാം. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ വെറുതെ ഒരു രസത്തിന് വേണ്ടി മേടിച്ചതാണ്. ആക്ച്വലി നല്ല അടിപൊളിയായിരുന്നു. ഞാൻ കഴിച്ചു. ഞങ്ങൾ നല്ലൊരു ചായയും കുടിച്ചു. ഞങ്ങൾ അവിടെ അങ്ങനെ കഴിച്ച് കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടെ സമയം കഴിഞ്ഞ് നേരെ വണ്ടിയിലേക്ക് പോയി കയറി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. വീട്ടിലെത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം രാത്രി ആയായിരുന്നു. ഞങ്ങൾ ആലപ്പുഴയിൽ എത്തിയത് തന്നെ ഒരു 5 മണി 6 മണിയായ സമയത്തായിരുന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.